പലപ്പോഴും റിസൾട്ട് വരുന്ന സമയത്ത് പത്രങ്ങളൊക്കെ വരുന്ന ചില വാർത്തകളുണ്ട്. A+ കിട്ടാത്തതിൻ്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്തു, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികൾ വീട് വിട്ട് ഓടി. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് കാണാറുണ്ട്. പരീക്ഷയെ അമിതമായ സമ്മർദ്ദത്തോടുകൂടെ കാണാതിരിക്കുക. പരീക്ഷയിൽ A+ ലഭിക്കുക, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിഷയത്തിലും A+ ലഭിച്ച കുട്ടി ജീവിതത്തിൽ വിജയിക്കുന്നൊരു ഉറപ്പില്ല. എല്ലാ വിഷയത്തിലും D+ ലഭിക്കുന്ന കുട്ടികൾ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ഉറപ്പില്ല. ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് കുട്ടികളെ അമിത സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകരുത്. പഠിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. എത്ര മാർക്കാണോ കിട്ടുന്നത്, ഏത് ഗ്രേഡാണോ കിട്ടുന്നത്, അതിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാവർക്കും എല്ലാ വിഷയത്തിലും A+ ലഭിക്കണമെന്നില്ല. പക്ഷേ A+ന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന മാർക്കിൽ, കിട്ടുന്ന ഗ്രേഡിൽ സന്തോഷത്തോടു കൂടി അതിനെ അഭിമുഖീകരിക്കാനും ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കില്ല. ചിലപ്പോൾ തിക്താനുഭവങ്ങൾ ഉണ്ടാവാം, പരാജയങ്ങളുണ്ടാവാം. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ സാധാരണ ECGയെക്കുറിച്ച് പറയാറുണ്ടല്ലോ. ECG എങ്ങനെയാണ് ഉണ്ടാവുക? സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ മരിച്ചു എന്നാണല്ലോ. അത് സ്ട്രെയിറ്റ് അല്ല, നേരെ പോവും. ചിലപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ, അഗെയിൻ സ്ട്രെയിറ്റ്, അപ്പ് ആൻഡ് ഡൗൺ, അഗെയിൻ സ്ട്രെയിറ്റ്, അപ്പ് ആൻഡ് ഡൗൺ. അത് നേരെയാണെങ്കിൽ മരിച്ചു. ജീവിതം ഇങ്ങനെ തന്നെയാണ്. ജയം മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. പരാജയങ്ങളും ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. സന്തോഷവും സങ്കടവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. സന്തോഷത്തിന് ശേഷം സങ്കടം വന്നേക്കാം, സങ്കടത്തിന് ശേഷം വീണ്ടും സന്തോഷം വന്നേക്കാം. ഏതെങ്കിലും തരത്തിലുള്ള സങ്കടകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതം തീർന്നു, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ സങ്കടത്തിന് ശേഷം സന്തോഷം വരും എന്ന രീതിയിൽ സന്തോഷത്തിന് വേണ്ടി ശ്രമിക്കുകയും കാത്തിരിക്കുകയും ക്ഷമയോടുകൂടെ ജീവിതത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുക. ഏതെങ്കിലും ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞതുകൊണ്ട് ജീവിതം അത്തരത്തിൽ ഇല്ലാതാവുന്നില്ല. നമുക്ക് പൊരുതി ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ലോകത്ത് വിജയിച്ച ആൾക്കാരുടെയൊക്കെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ, ആത്മകഥകൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ പരീക്ഷകളിൽ 100% മാർക്ക് വാങ്ങിച്ച ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് പരീക്ഷ 100% മാർക്ക് വാങ്ങിക്കേണ്ട എന്നുള്ളതല്ല. നമുക്ക് ശ്രമിക്കാം. ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നതിൽ സന്തോഷത്തോടു കൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. സന്തോഷത്തോടു കൂടെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് പരീക്ഷയെ നേരിടുക എന്ന്. പരീക്ഷ നമ്മൾ നേരിടുകയല്ല, പരീക്ഷയെ ആത്മവിശ്വാസത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്.